പ്രൈസ് ലോർഡ്. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ലൈവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ആരാധന ആരംഭിക്കാൻ തീരട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് നൽകിയ ഈ നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമായ കർത്താവ്, ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരവസരം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ, അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങ് നൽകിയ കൃപയോർത്ത് കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുമ്പോൾ, ഞങ്ങളങ്ങേ ആരാധിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കർത്താവ് ഞങ്ങളുടെ ഇടയിലേക്ക് ദൈവമേ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കർത്താവെ അങ്ങ് മാറ്റണം, ഞങ്ങളുടെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങളെ കർത്താവെ അങ്ങ് മാറ്റണം. ഞങ്ങൾക്ക് കർത്താവ് അല്പസമയം കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. ദൈവമേ അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണം, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയം നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുവാനായി തീരട്ടെ. ആരാധിക്കാനുള്ള നിമിഷം, മാറോട് ചേർക്കുന്ന ദൈവത്തെ, ഇതുവരെ നമ്മളെ പരിപാലിച്ച ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടർന്ന് നിമിഷം നമുക്ക് വേർതിരിക്കാം. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ടെ. പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. സംഗീതത്തോടെ അവിടെ സന്നിധിയിൽ കടന്നു വരാം. ഓ ഹല്ലേലൂയ. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തുപാടിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തുപാടിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. സന്തോഷിച്ചിടും എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി പാടിടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തുപാടിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തുപാടിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി. പീഡിതനൊരഭയസ്ഥാനം, എൻ സങ്കടങ്ങളിൽ തുണ നീ. പീഡിതനൊരഭയസ്ഥാനം, എൻ സങ്കടങ്ങളിൽ തുണ നീ. കുലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എന്റെ യേശുവിന്റെ കൂടെയുള്ളതാ. ഞാൻ കുലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എന്റെ യേശുവിന്റെ കൂടെയുള്ളതാ. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തുപാടിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തുപാടിടും, നാമം ചേർന്നു പാടും ദൂതർ തുല്യരായി. തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. തകർക്കും നീ ദുഷ്ടഭുജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. സിയോൻ പുത്രിയാക്കുക എന്നും സ്തുതി പാടുക, നിന്റെ രാജരാജനെഴുന്നള്ളാറായി. സിയോൻ പുത്രിയാക്കുക എന്നും സ്തുതി പാടുക, നിന്റെ രാജരാജനെഴുന്നള്ളാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തുപാടിടും, നാമം ചേർന്നു പാടും
പാടും ദൂതർ തുല്യരായി. ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യരായി. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെ ഞാൻ വർണ്ണിക്കും. ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി പാടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. ഞാൻ സന്തോഷിച്ചിടും എന്നും സ്തുതി പാടും, എന്നെ സൗഖ്യമാക്കി വീണ്ടെടുത്തതാ. പീഡിതനൊരഭയസ്ഥാനം, സങ്കടങ്ങളിൽ നൽകുണ നീ. പീഡിതനൊരഭയസ്ഥാനം, സങ്കടങ്ങളിൽ നൽകുണ നീ. ഞാൻ കുലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എന്റെ യേശു എന്റെ കൂടെയുള്ളതാ. ഞാൻ കുലുങ്ങുകില്ല, ഒരു നാളും വീഴില്ല, എന്റെ യേശു എന്റെ കൂടെയുള്ളതാ. തകർക്കുന്നി ദുഷ്ടഭുജത്തെ, ഉടയ്ക്കുന്നി നീചമാത്രത്തെ. തകർക്കുന്നി ദുഷ്ടഭുജത്തെ, ഉടയ്ക്കുന്നി നീചമാത്രത്തെ. സിയോൻ പുത്രിയാകുക എന്ന് സ്തുതി പാടുക, എന്റെ രാജരാജൻ എഴുന്നള്ളാറായി. സിയോൻ പുത്രിയാകുക എന്ന് സ്തുതി പാടുക, എന്റെ രാജരാജൻ എഴുന്നള്ളാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യരായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യരായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യരായി. ധ്വനി മുഴങ്ങും ദൂതരാർത്തു പാടിയിടും നാമം ചേർന്ന് പാടും ദൂതർ തുല്യരായി. ജാനവരം ദാവിഷം ജാനവരിടാരിടാരേ വീണയുടെ വേണിഷം ദലവൈടാരേ ജാനവരം ദലവൈടാരിടാവൗഡരം ദേവിഷം ദലവൈടാരേ ജാനവരം ദലവൈടാരേ ഓൾദലവൈടഷം ദലവൈടാരേ ദലവൈടാരേ നന്ദി കർത്താവേ. ഓ ഞങ്ങൾ ചേർപ്പാനായി, അവയെ ഓരോരുത്തരെയും ചേർപ്പാനായി അങ്ങ് മേഘാരൂഢനായി വരുന്നതിനായി നന്ദി പറയുന്നു. ഓ ഹല്ലേലൂയ, നന്ദി കർത്താവേ. ഓ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഓ ഹല്ലേലൂയ, നന്ദി യേശുവേ, നന്ദി പിതാവേ. ഞങ്ങൾ സ്നേഹിക്കുന്നത് ഓർത്തുകൊണ്ട് അങ്ങ് സ്തുതിപ്പാൻ, നമ്മെ ഓരോരുത്തരും ഞങ്ങളുടെ മാറോട് ചേർക്കുന്നതിനായി അങ്ങെ ആരാധിക്കുന്ന കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഓ ഹല്ലേലൂയ. ജീവിതത്തിൽ സർവ്വ നന്മകൾക്കുമായി, ഓ സർവദാനങ്ങൾക്കുമായി അങ്ങ് സ്തുതിപ്പാൻ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് അങ്ങ് സ്തുതിപ്പാൻ. ഓ ഹല്ലേലൂയ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സ്തുതിച്ചിടുന്നു ദീന
സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരമേ നന്ദിയാൽ. പരിശുദ്ധാത്മാവാ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവാ നിറയ്ക്ക അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ചേർന്ന് പാടട്ടെ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ഓ ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ സ്തുതിച്ചിടുവാൻ രാവിലും പകലിലും ദിനമൊക്കെ അങ്ങേ സ്തുതിച്ചിടുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നു കർത്താവേ. ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ അളവറ്റ കൃപാവരങ്ങൾ, അളവറ്റ സ്നേഹത്തെ ഓർത്തുകൊണ്ട് അങ്ങേ സ്തുതിപ്പാൻ, അങ്ങ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട്, ഈ പൂവിൽ നമ്മൾ നിലനിർത്തിയിരിക്കുന്നത് ഓർത്തുകൊണ്ട് അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നതിനായി, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ ഒരാൾ പോലും കുറഞ്ഞു പോകാതെ ഓ ഹല്ലേലൂയ ഞങ്ങളെ പോറ്റി പുലർത്തുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. തുടർന്ന് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ, വചനം ശ്രവിക്കാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെയും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആരാധന പൂർണ്ണമായി ഞങ്ങളുടെ പാദപീഠത്തിൽ നൽകുന്നു. യേശു ക്രിസ്തുവിൻ അനന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സങ്കീർത്തനം വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ. സങ്കീർത്തനങ്ങൾ 20 നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ.
നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ ശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കേണ്ടതായി തീരട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ല വേളയ്ക്ക് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അല്പസമയം കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. തുടർന്ന് ശുശ്രൂഷകളെല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, കർത്താവെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഭയിൽ കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോ കുടുംബങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അങ്ങ് അവരെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമേ, ആർക്കും ഒരു ആപത്തും അപകടവും ഉണ്ടാകാതെ ദൈവമേ അങ്ങ് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും ഓരോ കുടുംബങ്ങളും അനുഭവിപ്പാൻ ദൈവമേ കർത്താവെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ കർത്താവെ, ദൈവമേ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അങ്ങയുടെ കർത്താവെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകയില്ല എന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവെ, അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സഭയിൽ കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. രോഗത്തിൻ്റെ അവസ്ഥകളൊന്നും അവിടെ കടന്നു ചെല്ലുവാൻ ദൈവമേ അങ്ങ് അനുവദിക്കരുത് പിതാവേ. പൂർണ്ണമായ ദൈവിക പരിപാലനം ഉണ്ടായിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അതുകൊണ്ട് തന്നെ കർത്താവ്, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും ഇന്ന് രോഗത്തോലോ പ്രയാസത്തോലോ ഭാരപ്പെട്ടുകൊണ്ട് ഭവനങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ അങ്ങ് അവരെ പരിപാലിക്കുമാറാകണം, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ വ്യക്തികളുടെ മേലും കർത്താവെ അങ്ങയുടെ വലിയ കരം, വിടുതലിൻ്റെ കരം പ്രവർത്തിക്കുമാറാകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേ കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ യൗവനക്കാർക്കായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിൽ കടന്നു വരുന്ന എല്ലാ യൗവനക്കാർക്കുമായി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ഹിതം ഓരോരുത്തരും വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ്. ഓരോരുത്തരുടെ മേലും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. കർത്താവെ, ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ അവരവരുടെ ആവശ്യം കടന്നു പോകുമ്പോൾ കർത്താവെ അവരുടെ ജീവിതങ്ങളുടെ മേൽ കർത്താവെ അങ്ങയുടെ പരിപാലനം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ഓരോ ഭവനങ്ങളിലും ഈ ലോക്ക്ഡൗണിൻ്റെ അവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും എല്ലാം ഏൽപ്പിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ്, അവരുടെ ജീവിതങ്ങളിലുള്ള ആവശ്യങ്ങളുടെ മേൽ, അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ഇനിയും കർത്താവെ അങ്ങ് സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, കർത്താവെ അങ്ങയുടെ വചനം ധ്യാനിപ്പാൻ എല്ലാം ഞങ്ങളെ അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാനുള്ള സമയം പ്രാർത്ഥനയോടെ ആയിരിക്കും വേണ്ടതായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ നാമത്തിൽ ദൈവവചനവുമായി ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷം നമുക്കിങ്ങനെ ആഴ്ചതോറും ധ്യാനിപ്പാൻ ദൈവം തരുന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവവചനം ഘോഷിക്കുന്നതിന്റെ കാരണം ദൈവവചനം ജീവനുള്ളതാണ്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനം പ്രവർത്തിക്കുന്നതാണ്. ദൈവവചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. ദൈവവചനം നമ്മെ രക്ഷിക്കുന്നതാണ്. ദൈവവചനത്താലാണ് ഈ ഭൂമിയിൽ സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ഇന്ന് പകൽക്കാലം അല്പസമയം നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ചിന്തിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും സ്വാഗതം പറയുന്നു. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായിട്ട് മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നിന്ന് പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനിടയായിത്തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ച്. ആമേൻ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. യേശു ക്രിസ്തു അവരെ നോക്കി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. പ്രാർത്ഥന നമുക്ക് വേണ്ടി കാര്യങ്ങൾ പരിഹരിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരം ചലിപ്പിക്കുന്നത് ആയ കാര്യമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലഘട്ടം വളരെ വിഷമം പിടിച്ച
പ്രശ്നങ്ങൾ നിറഞ്ഞ, രോഗങ്ങളുള്ള, പകർച്ചവ്യാധിയുള്ള അനുഭവത്തിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 4 മാസങ്ങൾക്കുപരി ആയി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ മുഴുവനും COVID-19 എന്ന രോഗത്തിന്റെ ബാധയാൽ മനുഷ്യരിങ്ങനെ കഷ്ടപ്പെടുകയാണ്. കഷ്ടപ്പെടുക മാത്രമല്ല, ഏകദേശം 6 ലക്ഷം ജനം മരിച്ചു മൺമറഞ്ഞു കഴിഞ്ഞു. 6 ലക്ഷം ജനം. നിസ്സാര കാര്യമല്ല സഹോദരങ്ങളെ. 6 ലക്ഷം ജനം ഈ ലോകത്താകമാനമായി നമ്മുടെ സമസൃഷ്ടങ്ങളായിരുന്ന മനുഷ്യർ മരിച്ചു മൺമറഞ്ഞു പോയി. ജീവിക്കാൻ ആശിച്ചവർ, ജീവിക്കാൻ നിലവാരമുള്ളവർ, ജീവിക്കാൻ സമ്പത്ത് കൂട്ടിവെച്ചിരുന്നവർ, ജീവിക്കാൻ വേണ്ടി നല്ല ബംഗ്ലാവുകൾ തീർത്ത് പ്രതീക്ഷിച്ചു വെച്ചിരുന്നവർ മരിച്ചു മൺമറഞ്ഞു പോയി. ഇന്ന് പകൽക്കാലം കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ വാക്ക് വളരെ പ്രസക്തിയുള്ളത്: ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ, ദൈവമേ എന്ന് വിളിക്കാത്ത മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കാൻ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവൻ വിളിക്കുവാൻ ഇടയായിത്തീരും. ചില കഷ്ടങ്ങൾ വരുമ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ ഇടയായിത്തീരും. ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ ഇടയായിത്തീരും. പക്ഷെ എല്ലാം നല്ലതായിരിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ നോക്കാറില്ല. എല്ലാം നല്ല നിലയിൽ പോകുമ്പോൾ, നല്ല നിലവാരത്തിൽ പോകുമ്പോൾ മനുഷ്യൻ ദൈവത്തെ നോക്കാറില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുള്ള ആലോചന, ഈ പ്രതികൂലത്തിന്റെ നാളുകളിലെങ്കിലും നിങ്ങൾ ദൈവത്തെ നോക്കി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തെ പ്രാർത്ഥിക്കുക. കാരണം ആമേൻ, സാഹചര്യങ്ങൾ വല്ലാത്ത ഒരു അനുഭവത്തിലാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മന്ത്രിയും കളക്ടറും ഒക്കെ പറഞ്ഞൊരു വാക്കാണ്: തിരുവനന്തപുരം പട്ടണം ആമേൻ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ്. ഏത് സമയവും സ്ഫോടനം നടക്കാമെന്നതുപോലെ രോഗം ഏത് സമയവും പൊട്ടിത്തെറിക്കാം, ഏത് സമയവും ആമേൻ സമൂഹ വ്യാപനം നടക്കാം. മനുഷ്യർ എത്ര പ്രബലനായിരുന്നാലും രോഗം ബാധിക്കാം. ആമേൻ, ആർക്കും മരണം സംഭവിക്കാം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ ഇപ്പോഴെങ്കിലും ദൈവത്തെ വിളിച്ച് സത്യദൈവത്തെ പ്രാർത്ഥിക്കുവാൻ, സർവശക്തനായ ദൈവത്തെ പ്രാർത്ഥിപ്പാൻ, നമ്മുടെ ജീവനും ആമേൻ ശ്വാസവും നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ, ജീവിക്കാൻ വേണ്ടി സകലതും തന്നിരിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിപ്പാൻ മനസ്സ് ചായ്ക്കുവാൻ ഇടയായി തീരട്ടെ. ഇതുപോലെ തന്നെയാണ് ആമേൻ, ഞാൻ മുൻപൊരിക്കൽ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ സമയത്ത് ഒന്നുകൂടി ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോനാ പ്രവാചകൻ നിനവേ എന്ന പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു. ഇന്നേക്ക് 40 ദിവസം കഴിയുമ്പോൾ നിനവേ പട്ടണം ഉന്മൂലമായി നശിപ്പിക്കപ്പെടും, ഉന്മൂലമാക്കപ്പെടുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. പക്ഷെ ആ രാജ്യത്തിലെ രാജാവും പ്രജകളും താഴെ ആമേൻ സാധുക്കൾ മുതൽ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവൻ മുതൽ അങ്ങ് കൊട്ടാരത്തിൽ ഇരിക്കുന്ന രാജാവ് വരെ അവര് രട്ടുടുത്തു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തോട് നിലവിളിച്ചു, അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു, അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, ദൈവത്തോട് കരഞ്ഞു. അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് മനസ്സലിഞ്ഞു. അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ദൈവത്തോട് നിലവിളിച്ച് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടത്തിൽ. ഏതെല്ലാം കുടുംബത്തിൽ, ഏതെല്ലാം വ്യക്തികളിൽ, എവിടെയൊക്കെ യാത്ര ചെയ്യുന്നവരിൽ ഈ രോഗം ബാധിക്കുമെന്ന്, മരണപ്പെടുമെന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല, ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല. ദൈവത്തിന് മാത്രമേ ഈ നാളുകളിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ തരുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞാൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരെ വിടുവിക്കുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയം. ശിഷ്യന്മാർ പറഞ്ഞു,
ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ആ കാലഘട്ടം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാമോ? എന്താണ് വിശേഷം? അവർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞതിന്റെ സാരം എന്ന് ചോദിച്ചാൽ, അവർ ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു വശത്ത് യഹൂദന്മാർ, ന്യായശാസ്ത്രിമാർ, പരീശന്മാർ യേശുവിനെ കൊല്ലുവാൻ നടക്കുന്നു, മറുവശത്ത് ഭരണകൂടം യേശുവിനെ പിടിച്ചു കൊല്ലുവാൻ നടക്കുന്നു. ഇങ്ങനെ ചുറ്റുപാടുകൾ. കർത്താവിൽ നിന്ന് നന്മ അനുഭവിക്കുന്നവർ ഒരു കൂട്ടരുണ്ട്, രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുന്നവരുണ്ട്, വിശവന്നവർ ആഹാരം കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല നന്മകളും അനുഭവിക്കുന്നു. എങ്കിൽ തന്നെയും പലരും കർത്താവിനെ ആമേൻ കൊല്ലുവാൻ നടക്കുന്നു, കല്ലെറിയാൻ നടക്കുന്നു. ഇങ്ങനെ ആ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ആമേൻ. ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആമേൻ. ഒന്നാമത്തെ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, പിതാവേ. ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുവാൻ നമ്മൾ ആരായിരിക്കണം? നമ്മൾ മക്കളായിരിക്കണം. ആമേൻ. എല്ലാവർക്കും വഴിയെ പോകുന്ന എല്ലാവർക്കും എല്ലാരെയും അപ്പ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ആമേൻ. നമ്മുടെ ദൈവം, നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം, സ്വർഗസ്ഥനായ എന്റെ പിതാവേ, ഞങ്ങളുടെ പിതാവേ. എങ്ങനെയാണ് മക്കളായി തീരുന്നത്? ആമേൻ. വേദപുസ്തകം 2-3 വാക്യങ്ങളാൽ തെളിയിക്കുവാൻ ഇടയായി തീരട്ടെ. യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഒന്നുകൂടെ പറയട്ടെ, യോഹന്നാൻ 1:12, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും, ഏത് രാജ്യക്കാരനും, ഏത് മതക്കാരനും, ഏത് വംശമോ ഏത് വർണ്ണമോ ആയിക്കോട്ടെ, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനിടയായി തീരും. അവർക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാം. നോക്കൂ, കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ. ആരാണ് പ്രാർത്ഥിക്കാൻ? മക്കൾ വേണം അങ്ങനെ പ്രാർത്ഥിക്കാൻ. മക്കളായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ നമ്മൾ മക്കളായി തീരും. ദൈവം പരിശുദ്ധനായ ദൈവമാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ മക്കളാകുന്നത് എങ്ങനെ? നമ്മളാണെങ്കിൽ പാപികളും, പാപികളായിരിക്കുന്നവര് പരിശുദ്ധനായ ദൈവത്തിന്റെ മക്കളായി തീരുന്നത് എങ്ങനെ? അതെ, കർത്താവായ ദൈവം നമ്മൾ പരിശുദ്ധരായി തീരുവാൻ ആമേൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞു തന്നു. 1 യോഹന്നാൻ 1:7 പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെ, ഒന്നാമത് നമ്മൾ ദൈവമക്കളായി തീരുവാൻ എന്ത് ചെയ്യണം? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവമക്കളായി തീരും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ പരിശുദ്ധനായി തീരുവാൻ അങ്ങ് പരിശുദ്ധനാകയാൽ ഞാനും ഒരു വിശുദ്ധനായി തീരുവാൻ അങ്ങ് ക്രൂശിൽ ചൊരിഞ്ഞ വിലയേറിയ രക്തത്താൽ എന്നെയും കഴുകണമേ, എന്നെയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ ദൈവമക്കളായി തീരുകയാണ്. അവന്റെ രക്തത്തോടുള്ള ബന്ധം ആയി തീരുകയാണ്, രക്തബന്ധത്തിലായിരിക്കുകയാണ്. ആമേൻ. മൂന്നാമതൊരു വാക്യം പറയുന്നു, 1 പത്രോസ് 1:18. ആമേൻ, ആമേൻ. വായിക്കാം. 1 പത്രോസ് 1:18 വായിക്കുന്നു, യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം നമുക്ക് ഉണ്ടായിത്തീരുവാൻ, നല്ലവനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. വായിക്കാം. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രധാനമായും 3 കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. സർവേശ്വരനെ പിതാവേ എന്ന് വിളിക്കുവാൻ, അപ്പാ എന്ന് വിളിക്കുവാൻ 3 കാര്യം. 1, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. 2, കാൽവരി ക്രൂശിൽ മാനവരാശിയെ ശുദ്ധീകരിക്കുവാൻ, ആമേൻ, വിടുവിക്കുവാൻ ആമേൻ തന്റെ ചോര ചൊരിഞ്ഞു. ആ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 3,
നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ കർത്താവായ യേശുവിന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ആമേൻ. വെള്ളിയും പൊന്നും കൊടുത്തല്ല, മറ്റു വസ്തുക്കളെ കൊടുത്തല്ല, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മൾ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന മാനവരാശി, ഞാനും നിങ്ങളും വീണ്ടെടുപ്പ് പ്രാപിക്കുമ്പോഴാണ് ദൈവമക്കളായി തീരുവാൻ. ആമേൻ. മനസ്സിന്റെ ഹൃദയത്തിന്റെ ഉറപ്പുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ സമയം മുതൽ നിങ്ങൾക്ക് സർവശക്തനായ ദൈവത്തെ, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ജീവനും ശ്വാസവും ജീവിക്കാൻ ഇന്നേ വരെ സകലതും തന്നവനായ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാം, സ്വർഗീയ പിതാവേ എന്ന് വിളിക്കാം. ആ 3 കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. 1, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 2, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ വിലയേറിയ രക്തത്താൽ, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന വചനത്താൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കൂ, അവൻ നിങ്ങളെ കഴുകി പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ അശുദ്ധിയോടെ പോകാൻ കഴിയില്ല, അതിനാൽ നിങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ഇടയായി തീരും. 3-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു, ഒരു വീണ്ടെടുപ്പ്. ആമേൻ. നമ്മളെ നാശകരമായ കുഴിയിൽ, ആമേൻ, തെറ്റിയ വഴിയിൽ, ആമേൻ, ആടുകൾ തെറ്റിയതുപോലെ ഉഴന്ന് നടന്നതുപോലെ നമ്മളായിരുന്ന സ്ഥാനത്ത് നിന്ന് യേശുവിന്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്തു. നമുക്കൊരു വീണ്ടെടുപ്പ് തന്നു. ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്ന് വിളിച്ച് ആ സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് പോകാൻ നമുക്ക് പദവി തന്നിരിക്കുകയാണ്, അധികാരം തന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമെങ്കിൽ മക്കൾ എന്ന പദവിയിൽ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ചു പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ആമേൻ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, സ്വർഗസ്ഥനായ എന്റെ പിതാവേ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവമക്കളായി തീരുന്നത് എത്ര വലിയ പദവിയാണ്. ആമേൻ. 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾ തള്ളിക്കളയരുത്, ഇത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്താണ് ദൈവമക്കൾ എന്നുള്ള പദവി? ദൈവം സൗജന്യമായി തരുന്ന ദൈവത്തെ, സർവേശ്വരനായ ദൈവത്തെ, ഈ അണ്ടകടാകത്തെ സൃഷ്ടിച്ച ദൈവത്തെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രജാലങ്ങളും ഭൂമിയും അതിന്റെ സകല നിറവും മനുഷ്യനെയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സർവശക്തിയുള്ള ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് അടുത്തു ചെല്ലുവാൻ, മക്കളെ എന്നുള്ള ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം, ആമേൻ, വചനം പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നവർ ദൈവത്തെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത് നല്ലത് തന്നെ. അതിനേക്കാൾ എത്ര സ്വാതന്ത്ര്യമുള്ള കാര്യമാണ് പിതാവേ എന്ന് വിളിച്ച് അടുത്ത് ചെല്ലുവാൻ. ആമേൻ. ഈശ്വര എന്ന് വിളിക്കുന്നത് നല്ലതാണ്, ദൈവമേ എന്ന് വിളിക്കുന്നത് നല്ലതാണ്. അതിനേക്കാൾ ഉപരി എന്റെ പിതാവേ എന്ന് വിളിച്ച്, എന്റെ കർത്താവേ എന്ന് വിളിച്ച് അടുത്ത് ചെല്ലുന്നത് വളരെ പദവിയുള്ള കാര്യമാണ്. ആമേ. 2-ാമത്തെ വാക്ക് പറയുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിക്കാം. ആമേൻ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ നാമം, അങ്ങയുടെ നാമം, പരിശുദ്ധനായ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. ഈ പരിശുദ്ധനായ ദൈവത്തിന് എന്താണ് അശുദ്ധിയുള്ളത്? ഒരശുദ്ധിയുമില്ല. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഭയങ്കര അർത്ഥവും വലിയ ആത്മീയ നിറവുമുള്ള വാക്യങ്ങളാണ്. ആമേൻ. 1-ാമത് നിന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവേ. 2, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഞാനും നിങ്ങളും ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആഗ്രഹമാണ് ഹൃദയത്തിൽ നിന്ന് പുറത്തു വരേണ്ടത്. എന്താണ്? കർത്താവേ, എന്റെ വാക്കുകൊണ്ട് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എൻ്റെ സാക്ഷ്യം കൊണ്ട് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എൻ്റെ പ്രവൃത്തി കൊണ്ട് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എൻ്റെ ചുറ്റുപാടുകളിലെ ആമേൻ അയൽക്കാരുടെ ഇടയിൽ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കലും അങ്ങയുടെ നാമം ദുഷിക്കപ്പെടുവാനിടയാകരുതേ. ആമേൻ. ദൈവത്തിന്റെ നാമത്തിൽ ഒരശുദ്ധിയുമില്ല. ആമേൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ
ഭൂതഗണങ്ങൾ, സാറാഫുകൾ ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ നാമത്തിൽ ഒരു അശുദ്ധിയുമില്ല. പിന്നെയോ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളിൽ വചനം പറയുന്നു, ആമേൻ, യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, നിങ്ങളുടെ ദുർമാർഗങ്ങളെ, അവരുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അവരുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ടുവെന്ന്. നമ്മൾ ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. അവൻ വിട്ടുതിരിഞ്ഞു പ്രാർത്ഥിക്കണം. തെറ്റായ ജീവിത ശൈലികൾ വിട്ടുതിരിഞ്ഞു പ്രാർത്ഥിക്കണം. തെറ്റായ സംസാരങ്ങൾ, ജീവിത ശൈലികൾ വിട്ടുതിരിഞ്ഞു പ്രാർത്ഥിക്കണം. തെറ്റായ എല്ലാ പ്രവൃത്തികളും വിട്ടുതിരിഞ്ഞു പ്രാർത്ഥിക്കണം. ദുർമാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റായ വഴികളെല്ലാം വിട്ടുതിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എല്ലാ തെറ്റുകളും ദുർമാർഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം എൻ്റെ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളിൽ എന്താണ് സംഭവിക്കേണ്ടത്? വചനം പറയുന്നത് പോലെ ഒരു വ്യക്തമായ ഒരു മാനസാന്തരം നടക്കണം. വ്യക്തമായ ഒരു മനപരിവർത്തനം നടക്കണം. മതപരിവർത്തനം അല്ല ഞാൻ പറഞ്ഞത്, മനസ്സിന്റെ പരിവർത്തനം നടക്കണം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. ഞങ്ങളൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. വെറുതെ പള്ളിയിൽ പോയി യാന്ത്രികമായി തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ വെറുതെ പോയി പറഞ്ഞ്, ആമേൻ, വെറുതെ എന്തിനു പറയുന്നു, ആരോട് പറയുന്നു, എന്തുകൊണ്ട് ഇത് പറയുന്നു എന്നൊന്നും ചിന്തിക്കാതെ വെറുതെ പറഞ്ഞു പഠിച്ചിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന്. ആര് പ്രാർത്ഥിക്കണം? ദൈവത്തിന്റെ മക്കളായവർ പ്രാർത്ഥിക്കണം. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദൈവമക്കളായി തീർന്നവർ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഒന്നുകൂടെ പറയാം, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാകണം. ദൈവഹിതം ചെയ്യണം. ആമേൻ. അങ്ങനെ ഉള്ളവർ പ്രാർത്ഥിച്ചാൽ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ, തെറ്റുകൾ, എന്തെങ്കിലും അശുദ്ധികൾ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കി വെളിപ്പെടുത്തി, കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണം. അങ്ങയുടെ ചോരയാൽ എന്നെ വിശുദ്ധീകരിക്കണം. നിന്റെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണം. ആമേൻ. അങ്ങനെ അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ സാക്ഷ്യം കൊണ്ട്, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. വായിക്കാം അടുത്ത്. നിന്റെ രാജ്യം വരേണമേ. ആമേൻ, ആമേൻ. പ്രധാനമായ ഒരു ചിന്തയാണത്. ആമേൻ. ഒരു ദൈവ പൈതൽ, ദൈവ മക്കളായി തീർന്ന ഓരോരുത്തരുടെയും പ്രത്യാശയും പ്രാർത്ഥനയും ഇതായിരിക്കണം. ആമേൻ. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൽ എടുക്കേണ്ട, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവർ എന്നേക്കും ഇരിക്കും. പല കാരണങ്ങൾ കൊണ്ടും, പല കാര്യങ്ങൾ കൊണ്ടും, പല ആവശ്യങ്ങൾ കൊണ്ടും, പല ഉദ്ദേശങ്ങൾ കൊണ്ടും ആണ് പലപ്പോഴും പലരും യേശുവിനെ പ്രാർത്ഥിക്കാൻ ആരാധനാ സ്ഥലങ്ങളിൽ ചെല്ലുന്നത്. എന്നാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഉപദേശിക്കട്ടെ. വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ എന്റെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മൂന്നാമത്തത്, നിന്റെ രാജ്യം വരേണമേ. നിന്റെ രാജ്യം വരേണമേ. ആമേൻ. ഈ ലോകത്തിൽ എനിക്ക് വലിയ വീട് കിട്ടണമേ എന്നല്ല, എനിക്ക് ഈ ലോകത്തിൽ നല്ല ഫ്ലാറ്റ് കിട്ടണമേ എന്നല്ല, എനിക്ക് ഈ ലോകത്ത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമ്പത്ത് തരണമേ എന്നല്ല, എനിക്ക് മറ്റവനേക്കാൾ വലിയ ജോലി തരണമേ എന്നല്ല, എനിക്ക് മറ്റയാളേക്കാൾ വലിയ കാറ് തരണമേ എന്നല്ല. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യം, അങ്ങയുടെ രാജ്യം വരേണമേ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകും. കർത്താവിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകും. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ നേടിയാൽ അത് നശിച്ചു പോകും. ഈ ലോകവും അതിന്റെ പണികളും എല്ലാം തകർന്നു പോകും. സഹോദരങ്ങളെ, നിങ്ങൾ കാണുന്നല്ലോ എത്രയോ പേർ, 6 ലക്ഷം പേർ മരിച്ചതിൽ
എത്രയോ വലിയ ധനികന്മാരുണ്ട്. അവരുടെ സമ്പത്ത് എവിടെയാണ്, എവിടെയൊക്കെ സൂക്ഷിച്ചു, എവിടെയൊക്കെ ലോക്കറിലാണ് എന്ന് അവരുടെ ബന്ധുക്കൾക്ക് പോലും അറിഞ്ഞുകൂടാതെ അവർ രോഗം വന്ന് അവസാന സമയം അവരുടെ ആഗ്രഹങ്ങളോ അവരുടെ സമ്പത്ത് എവിടെ വെച്ചിരിക്കുന്നോ എന്ന് ഒരു വാക്ക് തുറന്നു പറയാൻ പോലും കഴിയാതെ അവർ മരണപ്പെട്ടു പോയി. സഹോദരങ്ങളെ, ഈ ലോകത്ത് ഓടി നടന്ന് ദൈവത്തെ കൂടാതെ സമ്പത്ത് വർദ്ധിപ്പിച്ച അധ്വാനിച്ച മനുഷ്യൻ ക്ഷണഭംഗുരമായി മരണപ്പെട്ടു പോകുന്നു. ഇന്ന് പകൽക്കാലം ഈ ലോകത്ത് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണമെന്നല്ല, കർത്താവിലൂടെ ഇവിടെ അനുഗ്രഹിക്കപ്പെടണമെന്നല്ല, കർത്താവിലൂടെ ഇവിടെ അങ്ങ് ധനികനാകണമെന്നല്ല, കർത്താവിലൂടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നല്ല, അവരെക്കാൾ ഇവരെക്കാൾ എനിക്ക് മെച്ചമാകണമെന്നല്ല. ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരണമേ, നല്ല പിതാവേ നിന്റെ രാജ്യം വരണമേ. ആമേൻ. ഈ ലോകത്തിലെ എല്ലാ പണികളും എല്ലാ കാര്യങ്ങൾക്കും ഒരു അറുതിയുണ്ട്, ഒരു അവസാനമുണ്ട്. ആമേൻ. നമുക്കറിയാമല്ലോ, ആമേൻ, കണ്ണി വെക്കുന്നതിനകത്ത് എന്തെല്ലാം മനുഷ്യന് നഷ്ടപ്പെടുന്നു. ആമേൻ. ഭൂകമ്പത്താൽ നഷ്ടപ്പെടുന്നു, സുനാമിയാൽ നഷ്ടപ്പെടുന്നു, അഗ്നിപർവ്വതത്താൽ നഷ്ടപ്പെടുന്നു, യുദ്ധക്കെടുതിയാൽ നഷ്ടപ്പെടുന്നു. നമുക്കറിയാലോ, യുദ്ധം വരുമ്പോൾ അതിന്റെ അതിർത്തി ഗ്രാമങ്ങളിലെ ആൾക്കാർ കയ്യിൽ കിട്ടുന്നത് പിടിച്ചുകൊണ്ട് ഓടുന്നു. അതുപോലെ വെള്ളപ്പൊക്കം വരുമ്പോൾ പാവങ്ങൾ 2 നില 3 നില കെട്ടിടങ്ങളെ എല്ലാം വിട്ടുപേക്ഷിച്ച് കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് ഓടുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, ഒരു ഭൂകമ്പം വന്നാലോ, ആമേൻ, ഇനി ഇതാ കൊറോണ രോഗം വന്നിരിക്കുന്നു, ആമേൻ, രോഗം ബാധിച്ചവര്, ആമേൻ, അവരുടെ അടുക്കൽ പോയി ഒരാൾക്ക് വെള്ളം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, ആമേൻ, നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം, ആമേൻ, ഈ ലോകം നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രവൃത്തികളൊന്നും നിലനിൽക്കുന്നതല്ല. ഇതൊന്നും നമ്മളോട് കൂടെ വരികയില്ല. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതൊന്നും നമ്മളോട് കൂടെ വരികയില്ല. നമുക്കൊരു അവസാനമുണ്ട്, നമുക്കൊരു മരണമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ആമേൻ. നമ്മുടെ നിത്യത കർത്താവിനോടുകൂടെ കഴിക്കേണ്ടതിന് ആമേൻ ഒന്ന് നമ്മൾ ചിന്തിക്കണമേ. ഒന്നാമത്, ഒരു മരണം നമുക്ക് വന്നേക്കാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് സംഭവിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നുകിൽ ഒരു മരണം സംഭവിക്കും, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവ് സംഭവിക്കും. ആമേൻ. കർത്താവിന്റെ വരവ് കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ, ആമേൻ, 7 വർഷത്തേക്ക് ഇവിടെ എതിർ ക്രിസ്തുവുമായിട്ടുള്ള ഭരണം നടക്കും. ഇവിടെ മഹാകഷ്ടകാലം ഉണ്ടായിരിക്കും. ആമേൻ. ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, ഇന്ന് വരെ മനുഷ്യൻ കാണാത്ത മഹാകഷ്ടകാലം അന്നുണ്ടാകും. ഇന്ന് നമ്മൾ പറയുന്നു കഷ്ടത തന്നെ, കഷ്ടകാലം. ഇതല്ല കഷ്ടം, കഷ്ടം വരാൻ പോകുന്നു, കഷ്ടം വരാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം 7 വർഷം മഹാകഷ്ടത ഇവിടെ ഉണ്ടാകും. എന്നാൽ ആ 7 വർഷത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ യെരൂശലേം തലസ്ഥാനമാക്കി 1000 ആണ്ട് എല്ലാ രാജവാഴ്ചകളെയും എല്ലാ ഭരണകൂടങ്ങളെയും മാറ്റിക്കൊണ്ട്, ആമേൻ, ഈ ഭൂമിയിൽ യെരൂശലേം തലസ്ഥാനമാക്കി ഈ ലോകത്തെ ഭരിക്കുവാനിടയായി തീരും. അവിടെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം വരുന്നത്. നിന്റെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ കർത്താവേ. അതെ, 1000 ആണ്ട് ഈ ലോകത്ത് യെരൂശലേം തലസ്ഥാനമാക്കി കർത്താവായ യേശു ക്രിസ്തു ഭരിക്കുവാൻ ഈ ലോകത്ത് വരും. അതിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ ഞാനും ഈ ദിവസങ്ങളിൽ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഇന്ന് കാണുന്നത് പോലെയല്ല. ഇന്ന് അനീതിയുള്ള ഭരണം, ദുഷ്ടതയുള്ള ഭരണം, ആമേൻ, കൈക്കൂലി നിറഞ്ഞ ഭരണകൂടം. ആമേൻ. ലോകത്ത് ഒരു ഭരണകൂടങ്ങളും സ്ഥിരതയില്ല. എല്ലാം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു, എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നീതിയോടെ നീതിമാനായ രാജാവ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കും. യെരൂശലേം തലസ്ഥാനമാക്കി 1000 ആണ്ട് ഭരിക്കും. അന്ന് നീതിയുള്ള ഭരണം ലഭിക്കും. അന്ന് ന്യായാധിപതിയായ കർത്താവ് ലോകത്ത് ന്യായമായി വിധിക്കുകയും ഭരിക്കുകയും ചെയ്യും. യെരൂശലേം തലസ്ഥാനമാക്കി അന്നത്തെ കർത്താവിനോടുകൂടെ ജീവിക്കേണ്ടതിനാണ് യേശു കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ, ഈ ലോകത്തിൽ നടകൊണ്ട സമയത്ത് തന്നെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം.
നിന്റെ രാജ്യം വരണമേ. ഇന്ന് പകൽക്കാലം ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവാൻ വേണ്ടി അല്ല സഹോദരങ്ങളെ യേശു ക്രിസ്തുവിന്റെ മാർഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ചിലര് സമ്പത്തിന് വേണ്ടി ഓടുന്നു, ചിലര് പ്രശസ്തിക്ക് വേണ്ടി ഓടുന്നു, ചിലർ വലിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഓടുന്നു, പലരുടെയും പലതാണ് ഉദ്ദേശം. എന്നാൽ ബൈബിൾ പറയുന്നു നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം, ദൈവരാജ്യമായിരിക്കണം. ബൈബിൾ പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, ദൈവരാജ്യവും ഭക്ഷണവും പാനീയവും അല്ല. ഈ ലോകത്ത് ഭക്ഷണത്തിനും തിന്നാനും കുടിക്കാനും വേണ്ടിയുള്ള ഒരു നടപടി അല്ല കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതും. എന്നാൽ ജീവനും ഭക്തിക്കും വേണ്ടതുള്ള എല്ലാം ദൈവം തരും. ആമേൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. പിന്നെ എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു ഭവനമുണ്ടെങ്കിൽ ആ ഭവനത്തിൽ ഇതെല്ലാം കാണും. നീതി ഉണ്ടായിരിക്കും. ആമേൻ. നീതിയും സമാധാനമുണ്ടായിരിക്കും, പരിശുദ്ധാത്മാവിലെ സന്തോഷമുണ്ടായിരിക്കും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു കുടുംബമുണ്ടെങ്കിൽ ഈ 3 കാര്യവും കാണും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും ആ കുടുംബത്തിൽ കാണും. ഇന്ന് പകൽക്കാലം അതിനാണ് ആമേൻ നിന്റെ രാജ്യം വരണമേ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഭവനത്തിൽ വരണമെങ്കിൽ കർത്താവിനെ സ്വീകരിച്ചവരായിരിക്കണം. ഇതൊരു കുടുംബത്തിന്റെ അവസ്ഥയാണെങ്കിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആമേൻ. ഞാൻ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഭവനത്തിൽ യേശു ഉണ്ടെങ്കിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ഉണ്ടാകുമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഇറങ്ങി യെരൂശലേം തലസ്ഥാനമായി ഭരിക്കുമ്പോൾ ഈ ലോകം മുഴുവനും എന്തുണ്ടാകും? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും ഈ ലോകം മുഴുവനും ഉണ്ടാകും. അങ്ങനെ ഒരു ലോകം സ്ഥാപിക്കാൻ ഈ ലോകത്ത് ഒരു ഭരണാധികാരിക്കും കഴിയില്ല, ഈ ലോകത്ത് ഒരു ഭരണകൂടത്തിനും കഴിയില്ല. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ 1000 ആണ്ട് ഭരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സ്ഥിതി നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? നിങ്ങൾ എന്താണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്? ആമേൻ. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഈ ലോകത്തിന്റെ പ്രവൃത്തികളെല്ലാം നശിച്ചു പോകും. ഈ ലോകത്തിലെ നമ്മുടെ ആയുസ് തീരും. ഈ ലോകത്തിൽ നമുക്കൊരു മരണം വരും. നമ്മളെല്ലാം വിട്ടേച്ചു പോകണം, എല്ലാം വിട്ടേച്ചു പോകണം. പക്ഷേ കർത്താവ് ഈ ലോകത്ത് നീതിയോടെ ഭരിക്കുന്ന 1000 ആണ്ട് ഭരിക്കുന്ന ഒരു ഭരണമുണ്ട്. അന്ന് നീയും ഞാനും ആമേൻ ആ ഭരണത്തിൽ കാണുമോ? അല്ലേ ഈ ലോകത്തോടു കൂടി നശിച്ചു പോകുമോ? ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിൽ വചനം പറയുന്നു അങ്ങയുടെ രാജ്യം വരണമേ. നമ്മുടെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ എന്റെ അപ്പാ പിതാവേ, നിന്റെ നാമം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. മതി. ആമേൻ. നിന്റെ രാജ്യം വരണമേ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിൽ പോകുവാൻ, ആ നിത്യതയിൽ കർത്താവിനോടുകൂടെ ആയിരിക്കാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇതൊരു കഥയല്ല, ഇത് സത്യമാണ്, ഇത് സത്യവചനമാണ്. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം കർത്താവിന്റെ രാജ്യമായിരിക്കട്ടെ. എല്ലാവരും കർത്താവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണം അവന്റെ മക്കളായി തീർന്ന് അവനെ സേവിക്കുന്നുവെങ്കിൽ നമ്മളിലൂടെ അവന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുകയും അത് നിമിത്തം അവന്റെ രാജ്യത്തിൽ ആയിരിക്കാൻ നമ്മെ ചേർത്തുകൊള്ളുകയും ചെയ്യും. 1000 ആണ്ട് ഈ ഭൂമിയിൽ യെരൂശലേം തലസ്ഥാനമാക്കി കർത്താവായ യേശു ക്രിസ്തു ഭരിക്കും. അന്ന് ഞാനും നിങ്ങളും കർത്താവിനോടുകൂടെ ആയിരിക്കും. ദൈവം നമ്മെ എല്ലാവരും അതിനായി ഒരുക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ രാജ്യം വരണമേ. ഞങ്ങളുടെ രാജ്യം വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന അനേക ലക്ഷങ്ങൾ കോടികൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, കർത്താവെ, മരിച്ചുപോയവർ പ്രതീക്ഷയോടെ ആയിരിക്കുമ്പോൾ, ഞങ്ങളുടെ വരവിനായി നിന്റെ മക്കളെല്ലാവരെയും ഒരുക്കി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളായി തീരുവാൻ എല്ലാവരെയും നീ സഹായിക്കണം. ഞങ്ങളുടെ മക്കളായി തീർന്നവരിലൂടെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരണം. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും സഹായിക്കണം. ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ രാജ്യം, നിലനിൽക്കുന്ന രാജ്യം ഈ ലോകത്ത് സ്ഥാപിക്കുമ്പോൾ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമുള്ള ആ നിത്യതയ്ക്കായി എല്ലാവരെയും ഒരുക്കി മാനിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.